السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, എത്രയും സ്നേഹം നിറഞ്ഞ SKSF ഓപ്പൺ ഫോറം പ്രവാസി കൂട്ടായ്മയിലെ സുഹൃത്തുക്കളെ, ഫാഷിസ്റ്റ് ഭരണകൂടവും ഇന്ത്യൻ മതന്യൂനപക്ഷങ്ങളും എന്ന വിഷയത്തെ അധികരിച്ച് ഒരു ദ്വിദിന ക്യാമ്പയിൻ സംഘടിപ്പിച്ച ഓപ്പൺ ഫോറം അഡ്മിൻ പാനലിന് ഞാൻ ആദ്യമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. വളരെ ആനുകാലികമായ RSS ഭീകരതയെക്കുറിച്ച്, ഭരണകൂട ഭീകരതയെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ അവയർനെസ് നൽകുവാനും അവർക്കൊരു ഉത്ബോധനം നൽകുവാനും RSSനെ എങ്ങനെ പ്രതിരോധിക്കാം എന്നതിനെക്കുറിച്ച് വൈവിധ്യങ്ങളായ വീക്ഷണങ്ങളെ ഒരുമിച്ച് കൂട്ടുവാനും ചർച്ച ചെയ്യുവാനും ഇങ്ങനെ ഒരു വേദിയൊരുക്കുകയും അതിലേക്ക് എന്നെ ക്ഷണിക്കുകയും ചെയ്ത അഡ്മിൻ പാനലിന് ഞാൻ ആദ്യമായി കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. ഞാൻ വളരെ നീട്ടിപ്പരത്തി സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായി നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരു ദ്വിദിന ക്യാമ്പയിനിൽ നാം ചർച്ച ചെയ്തിരിക്കേണ്ട, നാം അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഒന്നാമതായി, RSSന്റെ ഒരു ഓർഗനൈസേഷണൽ സിസ്റ്റം, എന്താണ് RSS എന്നതിനെക്കുറിച്ച്. രണ്ടാമതായി, RSS മുന്നോട്ട് വെക്കുന്ന നാഷണലിസം എന്ന ഒരു കൺസെപ്റ്റിനെ കുറിച്ച്. മൂന്നാമതായി, RSSനെ നമുക്ക് എങ്ങനെയല്ല പ്രതിരോധിക്കാം എന്നതിനെക്കുറിച്ചാണ് ഞാൻ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. 3 ഓഡിയോ ക്ലിപ്പുകളിലായി ഞാൻ സംസാരിച്ച് അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. ഒന്നാമതായി ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് RSS എന്ന സംഘടനയെക്കുറിച്ചും അതിൻ്റെ സംഘടനാ സംവിധാനത്തെക്കുറിച്ചുമാണ്. ഫാഷിസ്റ്റ് ഭരണകൂട ഭീകരതയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ RSSനെ കുറിച്ചും RSS സംഘടനാ സംവിധാനത്തെക്കുറിച്ചും നാം ചർച്ച ചെയ്യാതെ പോകരുത്. നാം മുന്നിൽ കാണുന്ന BJP അല്ലെങ്കിൽ മോഡി അല്ലെങ്കിൽ യോഗി, ഈ ചില മുഖങ്ങൾ മാത്രം ചർച്ച ചെയ്ത് നാം അവസാനിപ്പിക്കുമ്പോൾ നാം യഥാർത്ഥത്തിൽ ഇതിന് പിന്നിൽ, ഈ ഭീകരതയ്ക്ക് പിന്നിൽ ചരട് വലിക്കുന്ന സംഘ് പരിവാർ, സംഘ് കുടുംബത്തെക്കുറിച്ച് നാം അറിയാതെ പോകരുത്. RSSന് കീഴിലുള്ള ഹിന്ദു നാഷണലിസ്റ്റ് ഓർഗനൈസേഷന്റെ ഒരു കുടുംബം, അതാണ് സംഘ് പരിവാർ എന്ന് പറയുന്നത്. അഥവാ ഹിന്ദു നാഷണലിസം, ഹിന്ദു നേഷൻ എന്ന ഒരു കൺസെപ്റ്റ് മുന്നിൽ വെച്ചുകൊണ്ട് ഒരു ഹിന്ദു രാജ്യം യാഥാർത്ഥ്യമാക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു മൂവ്മെന്റ്, അതിന് നേതൃത്വം നൽകുന്ന RSS, ആ RSSന് കീഴിലുള്ള വിവിധങ്ങളായ സംഘടനകൾ, ആ സംഘടനകളുടെ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് പറയുന്ന പേരാണ് സംഘ് പരിവാർ എന്നുള്ളത്. ഈ സംഘ് പരിവാറിലെ മെമ്പേഴ്സ്, അതിലെ അംഗങ്ങളെക്കുറിച്ച് നാം തീർച്ചയായും അറിഞ്ഞിരിക്കണം. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഇങ്ങനെയെല്ലാം സാധ്യമാണോ എന്നുള്ളത്. ഒരു സമൂഹത്തിന്റെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ വൈവിധ്യങ്ങളായ നാനാ മേഖലകളിലും വളരെ ശക്തമായ സാന്നിധ്യം അറിയിക്കുന്ന ഒരു സംഘടനയാണ് സംഘപരിവാർ എന്നുള്ളത്. രാഷ്ട്രീയമായും തൊഴിലാളി സംഘടനകളായാലും എക്കണോമിക്സ് മേഖലകളിലും സോഷ്യൽ സർവീസ് മേഖലകളിലും വിമൻസ്, സ്ത്രീകളുടെ മേഖലകളിലും മതപരമായും വിദ്യാഭ്യാസപരമായും മറ്റ് മാധ്യമം തുടങ്ങിയ വൈവിധ്യങ്ങളായ സകല മേഖലകളിലും വളരെ ശക്തമായ സാന്നിധ്യമുള്ള ഒരു സംഘടനയാണ് സംഘപരിവാർ അല്ലെങ്കിൽ RSS നേതൃത്വം നൽകുന്ന ഹിന്ദു നാഷണലിസ്റ്റ് മൂവ്മെന്റ് എന്നുള്ളത്. രാഷ്ട്രീയപരമായിട്ട് നമുക്കറിയാവുന്ന ഭാരതീയ ജനതാ പാർട്ടി BJP എന്നുള്ളത് RSSന്റെ ഒരു വിങ്ങാണ്. RSSന്റെ ഒരു കുടുംബം മെമ്പറാണ്, സംഘപരിവാർ കുടുംബത്തിലെ ഒരു മെമ്പർ മാത്രമാണ് BJP എന്നുള്ളത്. പിന്നെ തൊഴിലാളി യൂണിയനുകൾ, ഭാരതീയ മസ്ദൂർ സംഘ് നമുക്കറിയാവുന്ന, അതുപോലെ തന്നെ ഭാരതീയ കിസാൻ സംഘ്, അതുപോലെ തന്നെ ഇവർക്ക് റെയിൽവേ യൂണിയനുണ്ട്, റെയിൽവേ തൊഴിലാളികളുടെ യൂണിയനുണ്ട്, മീൻപിടുത്ത ഫിഷേഴ്സിന്റെ യൂണിയനുണ്ട്, വിവിധ ആർട്ടിസ്റ്റുകളുടെ യൂണിയനുണ്ട്, ലോയേഴ്സിന്റെ, നിയമ വിദഗ്ധരുടെ സംഘടനയുണ്ട്, ശൈക്ഷിക് സംഘുണ്ട് അഥവാ ടീച്ചേഴ്സിന്റെ സംഘടനയുണ്ട്, മെഡിക്കൽ പ്രൊഫഷണൽസിന്റെ സംഘടനയുണ്ട്, അതുപോലെ തന്നെ പൂർവ്വ സൈനിക് സംഘ്, എക്സ് മിലിറ്ററിക്കാരുടെ സംഘടനയുണ്ട്. ഇതെല്ലാം തൊഴിലാളി യൂണിയനുകളാണ് വിവിധങ്ങളായ. എക്കണോമിക്സ് മേഖലയിൽ, സാമ്പത്തിക രംഗത്താണ് സ്വദേശി
ജാഗ്രൻ മഞ്ച് നമുക്കറിയാവുന്ന അവരുടെ വിവിധ കമ്പനികളും മറ്റും വ്യാപാര മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ എല്ലാവരുടെയും ഒരു സംഘടന. അതുപോലെ തന്നെ സോഷ്യൽ സർവീസ് രംഗത്ത് ഭാരതീയ വികാസ് പരിഷത്ത്, വിവേകാനന്ദ മെഡിക്കൽ മിഷൻ, സേവാ ഭാരതി, ലോക് ഭാരതി തുടങ്ങിയ. സ്ത്രീകൾക്കായിട്ട് പ്രത്യേകമുള്ളവയാണ് ദുർഗാ വാഹിനി, ശിക്ഷാ ഭാരതി, രാഷ്ട്രീയ സേവിക സമിതി. മതപരമായിട്ടുള്ള കാര്യങ്ങൾക്കായിട്ടുള്ള സെപ്പറേറ്റ് സംഘടനയാണ് VHP, ബജ്രംഗ് ദൾ, മുസ്ലിം രാഷ്ട്രീയ മഞ്ച്, ധരം ജാഗ്രൻ സമിതി അഥവാ ആളുകളെ കൺവേർട്ട് ചെയ്യാൻ നോൺ മുസ്ലിം ഹിന്ദുസ് അല്ലാത്തവരെ ഹിന്ദു മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള സംഘടന, ഹിന്ദു മുന്നണി തമിഴ്നാട്ടിലുള്ള ഹിന്ദു മുന്നണി സംഘടന, ഹിന്ദു ഐക്യവേദി കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഹിന്ദു ഐക്യവേദി. ഇതെല്ലാം ഇവരുടെ മതപരമായ കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകളാണ്. എഡ്യൂക്കേഷൻ രംഗത്ത് വിദ്യാഭാരതി, നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെയുള്ള സ്കൂളുകൾ, വിദ്യാഭാരതി നടത്തുന്ന സ്കൂളുകൾ. അതുപോലെ തന്നെ സരസ്വതി ശിശു മന്ദിർ അഥവാ പ്രീ സ്കൂളിലുള്ള LKG UKG രംഗത്തുള്ള പ്രവർത്തിക്കുന്ന ഭാരതീയ ശിശു മന്ദിർ. അതുപോലെ തന്നെ സ്റ്റുഡൻസ് യൂണിയൻ ABVP നമുക്കറിയാവുന്ന. ന്യൂസ് മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന ഓർഗനൈസർ, വിശ്വ സംവേദ് കേന്ദ്ര അഥവാ IT രംഗത്ത് പ്രവർത്തിക്കാൻ അഥവാ ഓൺലൈൻ രംഗത്ത് IT, അതുപോലെ തന്നെ വിവിധ മാധ്യമങ്ങൾക്ക് വിവരങ്ങൾ എത്തിച്ചു കൊടുക്കാൻ, ചർച്ചകൾ, പെട്ടെന്നുള്ള കാര്യങ്ങൾ, ഡിസ്കഷനും കാര്യങ്ങളും ചർച്ചകളൊക്കെ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വിശ്വ സംവേദ് കേന്ദ്ര. ഇവരാണ് മോഡിക്ക് വേണ്ടിയിട്ട് ഓൺലൈനിൽ ഫേസ്ബുക്ക്, സോഷ്യൽ മീഡിയകൾ കേന്ദ്രീകരിച്ച് വളരെ ശക്തമായ പ്രവർത്തനം നടത്തിയിരുന്നത്. അതുപോലെ തന്നെ ബുദ്ധിജീവികൾ എന്ന് പറയുന്ന അവരുടെ ചർച്ചകളും ചിന്തകളും വികസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ളതാണ് ഭാരതീയ വിചാര കേന്ദ്ര, അതുപോലെ തന്നെ വിവേകാനന്ദ കേന്ദ്ര. പിന്നെ ഓവർസീസ് ഇന്ത്യക്ക് പുറത്ത് പ്രവർത്തിക്കുന്നവരാണ് ഹിന്ദു സ്വയം സേവക് സംഘ്, അതുപോലെ തന്നെ ഹിന്ദു സ്റ്റുഡൻസ് കൗൺസിൽ. ഇത്രയും ഇതിപ്പോ പ്രധാനപ്പെട്ട സംഘടനകളെ മാത്രമാണ് ഞാൻ എണ്ണിയിട്ടുള്ളത്. ഇതല്ലാതെ വേറെ ഒരുപാട് ചെറിയ ചെറിയ സംഘടനകൾ വേറെയുണ്ട്. അപ്പോൾ ഇത്രയും അധികം ഒരു ജീവിതത്തിന്റെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ ഒരു രാജ്യത്തിന്റെ നാനാ തുറകളിലും പ്രീ പ്രൈമറി മുതൽ LKG രംഗം മുതൽ പിന്നെ സ്കൂൾ തലം മുതൽ കോളേജ് തലം മുതൽ അതിനുശേഷം വിവിധ വൈവിധ്യങ്ങളായ നമ്മുടെ ജോലി രംഗത്തേക്ക് നാം വികസിക്കുമ്പോൾ അവിടെയെല്ലാം അതിനുശേഷം മിലിറ്ററി പോലും അപ്പോൾ എല്ലാവിധ മേഖലകളിലും സജീവ സാന്നിധ്യമുള്ള, രാഷ്ട്രീയപരമായി വളരെ സജീവ സാന്നിധ്യമുള്ള, ഇതിനെല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ, വളരെ ബൗദ്ധികമായി വളർച്ച നേടിയെടുക്കാൻ, അതിനു വേണ്ട സ്ട്രാറ്റജീസ് തയ്യാറാക്കുവാനെല്ലാം വളരെ സജീവമായി ഓർഗനൈസേഷണൽ കപ്പാസിറ്റിയുള്ള ഒരു സംഘടനയാണ് RSS. ഇത്രയും വിശദീകരിച്ച് ഞാൻ പറയാനുള്ള കാരണം, നമ്മൾ നമ്മുടെ ശത്രുവിനെ കുറിച്ച് നാം ചർച്ച ചെയ്യുന്ന എന്തിനെക്കുറിച്ചാണോ നമ്മൾ ചർച്ച ചെയ്യുന്നത് ആ ഒരു സംഘടനയെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അവരുടെ വ്യാപ്തിയെക്കുറിച്ചും ആഴത്തെക്കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് വളരെ കറക്റ്റായിട്ട് ഈ ഒരു മൂവ്മെന്റിനെ, ഈ ഒരു നാഷണലിസ്റ്റ് മൂവ്മെന്റ് എന്ന പേര്, ഹിന്ദു നാഷണലിസ്റ്റ്, ഹിന്ദു രാജ്യം എന്ന ഒരു ഐഡിയ മുന്നോട്ട് വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഈ സംഘടനയെ നമുക്ക് പ്രതിരോധിക്കാനെങ്കിലും സാധിക്കുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിന്റെ പല മേഖലകളിലും നമ്മൾ അറിയാതെ പോലും നമുക്കിത് RSSന്റെ ഒരു സംഘടനയാണോ എന്ന് പോലും നമുക്ക് അറിയാൻ സാധിക്കാത്ത വിധത്തിൽ, അഥവാ വിദ്യാഭ്യാസ രംഗത്ത് വിദ്യാഭാരതി സ്കൂൾ പലർക്കും അതൊരു RSSന്റെ സ്ഥാപനമാണോ എന്നുള്ളത് ഒരുപാട് പേർക്ക് അറിയില്ല. പലരും വിചാരിക്കുന്നത് ജസ്റ്റ് RSSുമായി എന്തോ ഒരു അഫിലിയേഷൻ ഉണ്ട് എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെയല്ല. RSS പ്രവർത്തിക്കുന്നത് വളരെ ചെറുപ്രായത്തിൽ തന്നെ കുട്ടികളെ അവരുടെ സ്കൂളിൽ കൊണ്ടുവന്ന് ചേർത്ത് അവരിലേക്ക് വർഗീയ വിഷം കുത്തിവെച്ച് ഒരിക്കലും പിന്നീട് മറ്റൊരു സംഘടനയിലേക്ക് പോവാത്ത വിധം അവരുടെ ഹിന്ദു നാഷണലിസം എന്ന മൂവ്മെന്റിന്റെ ഒരു സ്ഥിരം വോളണ്ടിയറായി ഒരു കുട്ടിയെ മാറ്റിയെടുക്കുകയാണ്. വിദ്യാഭ്യാസ രംഗം മുതൽ അവിടെ നിന്ന് തന്നെ അവർ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും ഇതിനെ നമുക്ക് മുകൾ തട്ടിലൂടെ നമ്മൾ പുറത്ത് ഒരുപാട് സമ്മേളനങ്ങളും ഒരുപാട് പരിപാടികളും സംഘടിപ്പിച്ചത് കൊണ്ട് RSSന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല.
അവർ വളരെ ആഴത്തിൽ വേരൂന്നിയ ശേഷമാണ് നമ്മൾ അവരെ കാണുന്നത് തന്നെ. വളർന്നു വരുന്ന സമൂഹം ഒരു ഹിന്ദു നാഷണലിസ്റ്റ് ഒരു മൂവ്മെന്റിലോട്ട് അല്ലെങ്കിൽ ആ സ്കൂളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾ പിന്നെ അവരെ എങ്ങനെയാണ് ജസ്റ്റ് ഒരു ബാഹ്യമായ ചില പ്രകടനങ്ങളിലൂടെയും അല്ലെങ്കിൽ ചില പൊളിറ്റിക്കലായിട്ടുള്ള ചില പ്രവർത്തനങ്ങളിലൂടെയും നമുക്ക് അവരെ ആ പ്രസ്ഥാനത്തിൽ നിന്നും അടർത്തിയെടുക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല. പിന്നെ അവർ മുന്നിൽ വെക്കുന്ന വേറൊരുപാട് ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ജനസേവാ കേന്ദ്രങ്ങൾ, അതും RSSന്റെ ഒരു ഭീകരമായ അന്തർലീനമായി കിടക്കുന്ന അതിൻ്റെ മുഖം പുറത്ത് കാണിക്കുവാൻ വേണ്ടി ഞങ്ങൾ ഇന്ത്യ എന്ന നാഷന് വേണ്ടി പ്രവർത്തിക്കുകയാണ്, സേവ അല്ലെങ്കിൽ സേവനം എന്നുള്ളതാണ് ലക്ഷ്യമെന്ന് കാണിക്കുവാൻ വേണ്ടി ഇതുപോലുള്ള ഒരുപാട് സംഘടനകൾ. അതോടൊപ്പം തന്നെ സിഖ് മുസ്ലിങ്ങളിൽ നിന്നുള്ള ഒരു വിഭാഗത്തെ തങ്ങളെ കൂടെ നിർത്തിയതിന് ശേഷം അവർക്കിടയിലും വിഭാഗീയത സൃഷ്ടിക്കുവാൻ വേണ്ടി തങ്ങളുടെ ലക്ഷ്യം ഒന്നുകൂടി സുഗമമാക്കാൻ വേണ്ടി മുസ്ലിം മൈനോറിറ്റി മോർച്ച പോലുള്ള സംഘടനകളും. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഈ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ദ്വിദിന ക്യാമ്പയിനിൽ നമ്മൾ ഈ ഒരു വിഷയം ചർച്ചയ്ക്കെടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് RSS എന്ന സംഘടനയുടെ വ്യാപ്തിയെക്കുറിച്ചാണ്. അവർ എത്രമാത്രം സ്ട്രാറ്റജിക്കലായിട്ട് എത്രമാത്രം കേന്ദ്രീകൃതമായിട്ട് സെൻട്രലൈസ്ഡ് ആയിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളത് നാം ആദ്യമായി മനസ്സിലാക്കുക. അടുത്ത ക്ലിപ്പിൽ RSSന്റെ നാഷണലിസം എന്ന ഐഡിയയെക്കുറിച്ച് നാം ചർച്ച ചെയ്യാം. ഇപ്പോൾ ചർച്ച ചെയ്തത് RSSന്റെ വിവിധ ബ്രാഞ്ചുകളെ കുറിച്ചാണ്, സംഘപരിവാർ കുടുംബത്തിലെ വിവിധ ദളങ്ങളെക്കുറിച്ചാണ്. അഥവാ ഇന്ത്യൻ സമൂഹത്തിന്റെ, ഇന്ത്യ എന്ന രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ സജീവ മേധാവിത്വം ഉറപ്പിക്കുവാൻ വേണ്ടി RSS വളരെ ആസൂത്രിതമായും വളരെ സ്ട്രാറ്റജിക്കലായിട്ടും ഡെവലപ്പ് ചെയ്ത സംഘടനകൾ. വർഷങ്ങളായി ഹിന്ദു നാഷണലിസം, ഹിന്ദു രാജ്യം എന്ന ഒരു ഐഡിയ, ഒരു കൺസെപ്റ്റ് യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ടി അവരുടെ ഒരു മൂവ്മെന്റ്, അതിൻ്റെ ഭാഗമായ വിവിധ സംഘടനകളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഹിന്ദു നാഷണലിസം എന്ന ഒരു ഐഡിയയെക്കുറിച്ചാണ്. RSSന്റെ സുപ്രധാനമായ ഐഡിയോളജി അല്ലെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയാം, ലക്ഷ്യമെന്ന് പറയാം, ഹിന്ദു നാഷണലിസം അല്ലെങ്കിൽ ഹിന്ദു രാജ്യം. പക്ഷെ RSS എപ്പോഴും നമ്മുടെ മുന്നിൽ വെക്കുന്നത്, അല്ലെങ്കിൽ BJP നമ്മുടെ മുന്നിൽ വെക്കുന്ന അത് നാഷണലിസം എന്നൊരു കൺസെപ്റ്റാണ്. നാഷണലിസം എന്നാൽ ഒരു രാജ്യത്തിനോട് പാട്രിയോട്ടിക് ആവുക, രാജ്യസ്നേഹമുണ്ടായിരിക്കുക, വളരെ ആത്മാർത്ഥമായ തീവ്രമായ രാജ്യസ്നേഹമുണ്ടായിരിക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റാണ് നാഷണലിസം. പക്ഷെ RSS മുന്നോട്ട് വെക്കുന്ന നാഷണലിസം അത് ഹിന്ദു അല്ലെങ്കിൽ ഹൈന്ദവ നാഷണലിസം, ഹിന്ദു രാജ്യം എന്ന കൺസെപ്റ്റാണെന്ന് നാം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? അഥവാ നാം എപ്പോഴാണ് നാഷണലിസം എന്ന ഒരു പദം കേൾക്കുന്നത്, ദേശീയത എന്ന ഒരു പദം നമ്മൾ എപ്പോഴാണ് കേൾക്കുന്നത്? എപ്പോഴെല്ലാം ഇന്ത്യയും പാകിസ്ഥാനും ഒരു പ്രശ്നമുണ്ടാകുന്നുവോ അപ്പോഴെല്ലാം നമുക്ക് ദേശീയത എന്നുള്ള ഒരു വാക്ക് കേൾക്കുന്നു, നാഷണലിസം എന്ന്. എപ്പോഴെല്ലാം കശ്മീരിന് വേണ്ടി ആളുകൾ മുദ്രാവാക്യം മുഴക്കുന്നുവോ, അല്ലെങ്കിൽ എപ്പോഴെല്ലാം ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് കളി ഉണ്ടാകുന്നുവോ, അല്ലെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും ഒരു ക്രിക്കറ്റ് കളിയിൽ ഈ പാകിസ്ഥാൻ ഇന്ത്യ നേരിടുന്ന ഒരവസരം ഉണ്ടാകുന്നു, ഇതുപോലുള്ള അവസരങ്ങളിൽ മാത്രമാണ് നമ്മൾ ദേശീയത അല്ലെങ്കിൽ നാഷണലിസം എന്നുള്ള ഒരു വാക്ക് കേൾക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, എന്തുകൊണ്ട് മറ്റു സന്ദർഭങ്ങളിൽ നാം ദേശീയത അല്ലെങ്കിൽ നാഷണലിസം എന്ന വാക്ക് കേൾക്കുന്നില്ല? അവിടെയാണ് RSS ആസൂത്രിതമായി ഹിന്ദു മുസ്ലിം എന്നുള്ള ഒരു വേർതിരിവ് സൃഷ്ടിക്കുന്നത്. പാകിസ്ഥാൻ എന്നാൽ മുസ്ലിം രാജ്യമെന്ന ഒരു ബ്രാൻഡ് ഇമേജ് നൽകി, ഓൾറെഡി ഒരു ഇസ്ലാമിക് രാജ്യമാണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന് എതിരെ നിൽക്കുക, അപ്പോഴാണ് നാം നാഷണലിസ്റ്റ് ആകുന്നത്. അഥവാ മുസ്ലിമിന് എതിരെ നിൽക്കുക, മുസ്ലിം രാജ്യത്തിനെതിരെ നിൽക്കുക, അപ്പോൾ മാത്രമാണ് നമുക്കൊരു യഥാർത്ഥ നാഷണലിസ്റ്റ് ആകാൻ കഴിയുന്നത്. മുസ്ലിമിനെ വെറുക്കുക, ഒരു മുസ്ലിം രാജ്യത്ത് വെറുക്കുക, അപ്പോഴാണ് നമുക്കൊരു നാഷണലിസ്റ്റ് ആകാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് വളരെ ആസൂത്രിതമായി അല്ലെങ്കിൽ വളരെ കണ്ണിങ്ങോടുകൂടി പാകിസ്ഥാൻ വേഴ്സസ് ഇന്ത്യ എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടാക്കിയെടുക്കുകയും മുസ്ലിങ്ങളെ അല്ലെങ്കിൽ മുസ്ലിം മൈനോറിറ്റികളെ ഒരു
സെപ്പറേറ്റ്, നമ്മുടെ ശത്രുക്കളായി ചിത്രീകരിക്കുകയും ചെയ്യുമ്പോൾ ഇന്ത്യൻ സമൂഹത്തിൽ വളരെ കൃത്യമായി ആളുകൾക്കിടയിൽ വിവേചനം സൃഷ്ടിക്കുകയും ഈ നാഷണലിസം എന്നുള്ള ഒരു കൺസെപ്റ്റ് അഥവാ അതിന് പിന്നിൽ മറച്ചു വെച്ചിട്ടുള്ള ഹിന്ദു നാഷണലിസം എന്ന ഒരു ഹൈന്ദവ രാജ്യം എന്ന തങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ടി നാഷണലിസം എന്ന ഒരു കൺസെപ്റ്റിനെ ഉപയോഗിക്കുകയും ജനങ്ങൾക്കിടയിൽ വേർതിരിവ് സൃഷ്ടിക്കുകയും ഹിന്ദു മുസ്ലിം വേർതിരിവ് സൃഷ്ടിച്ചുകൊണ്ട് രാഷ്ട്രീയമായും മറ്റു സാമൂഹികമായുമുള്ള ഒരു അഡ്വാൻറ്റേജ് ജനങ്ങളിൽ നിന്നുള്ള ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളിൽ നിന്നുള്ള ഒരു പിന്തുണ നേടുക എന്നുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഇന്നേ വരെ RSS സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ നാം പറഞ്ഞു വരുന്നത് നാഷണലിസം എന്ന് RSS മുന്നോട്ട് വെക്കുന്ന ഈ ഒരു ഐഡിയ, അവരുടെ കൺസെപ്റ്റ്, അതൊരു കപട ഐഡിയോളജിയാണ്, അല്ലെങ്കിൽ ഒരു കപട കൺസെപ്റ്റാണ്. നമുക്ക് മുന്നിൽ ദേശീയതയെക്കുറിച്ച് അവർ സംസാരിക്കുമ്പോഴെല്ലാം അവർ പറഞ്ഞു വരുന്നത് ഹൈന്ദവ ദേശീയതയെക്കുറിച്ചാണ്. ഹൈന്ദവ നാഷൻ എന്ന ഒരു കൺസെപ്റ്റിനെ കുറിച്ചാണ് അവർ നമ്മോട് സംസാരിക്കുന്നത്. നമ്മൾ നാഷണലിസം, ദേശീയത തെളിയിക്കുവാൻ വേണ്ടി നമ്മൾ ഓരോ തവണയും RSSന് മുമ്പിൽ ഞങ്ങളും ദേശീയവാദികളാണെന്ന് നമ്മൾ എന്തൊരു പ്രശ്നം വരുമ്പോഴും നമ്മൾ തെളിയിക്കാൻ നമ്മൾ ശ്രമിക്കുന്നത്, RSS നമുക്ക് വിരിച്ചു വെച്ച ഒരു കെണിയുണ്ട്. ആ കെണിക്ക് മുമ്പിൽ നമ്മളെന്തിനാണ് നമ്മളെപ്പോഴും ഇങ്ങനെ ഞങ്ങളും നാഷണലിസ്റ്റ് ആണെന്ന് ഇങ്ങനെ RSS അല്ലെങ്കിൽ RSS അനുഭാവമുള്ള സവർണരോട് നാം തെളിയിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കൂറ് നമുക്കറിയാം. ഇന്ത്യൻ മുസൽമാന്റെ കൂറ് ഇന്ത്യൻ മുസൽമാൻ അറിയാം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ ചെയ്തത്, ഇന്ത്യ എന്ന രാജ്യത്തിന്റെ നിർമ്മിതിക്ക് വേണ്ടി നമ്മൾ നൽകുന്ന സംഭാവനകൾ, അത് നമുക്കറിയാം. എന്നാലും RSS എന്ന ഒരു നാഷണലിസം എന്നൊരു കൺസെപ്റ്റ് അവർ നമുക്ക് എത്രമാത്രം അത് നമ്മൾ പോലും അറിയാതെ ഈ ഒരു തീവ്ര നാഷണലിസം അഥവാ ആന്റി പാകിസ്ഥാൻ എന്നൊരു തീവ്ര നാഷണലിസ്റ്റ് കാഴ്ചപ്പാട് സൃഷ്ടിച്ചെടുക്കുന്നതിൽ അവർ വിജയിക്കുകയും ഈവൻ അവരുടെ പ്രതിയോഗികൾക്ക് വരെ അതിൽ കുറച്ചൊക്കെ അതിൽ വീണുപോവുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ സംസാരിക്കുന്നവരെ നമുക്കറിയാം സർട്ടിഫൈഡ് ടെററിസ്റ്റുകളായി ചിത്രീകരിക്കുക. അവർക്കെതിരെ ആരെല്ലാം സംസാരിക്കുന്നുവോ അവരെല്ലാം ടെററിസ്റ്റുകൾ. അവർക്കെതിരെ ആരെല്ലാം മുസ്ലിങ്ങളാണ് സംസാരിക്കുന്നുവെങ്കിൽ അവർ ടെററിസ്റ്റ്, മറ്റ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ് സംസാരിക്കുന്നുവെങ്കിൽ അവർ മാവോയിസ്റ്റ്. ഇങ്ങനെ രണ്ട് ശ്രേണികളായി ചിത്രീകരിക്കുക. നമുക്ക് ഇഷ്ടമില്ലാതെ സംസാരിക്കുന്നവർ അല്ലെങ്കിൽ നമ്മെ ചോദ്യം ചെയ്യുന്നവർ, അവരെല്ലാം ആന്റി നാഷണലുകളായി ചിത്രീകരിക്കുക. അതിനുശേഷം അവരെ പൊതു ഇടങ്ങളിൽ സംസാരിക്കുവാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ള ഒരു സ്ട്രാറ്റജിയും അവർ സ്വീകരിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു സാമ്പത്തിക കാര്യം ചർച്ച ചെയ്യുവാൻ, അല്ലെങ്കിൽ ശാസ്ത്രീയപരമായിട്ടുള്ള അല്ലെങ്കിൽ മറ്റൊരു വിഷയം കൈകാര്യം ചെയ്യുവാൻ വേണ്ടി വിവിധ പൊളിറ്റിക്കൽ പാർട്ടികളിൽ നിന്നുള്ള ആളുകളെ ക്ഷണിക്കുമ്പോൾ എന്തുകൊണ്ട് മുസ്ലിം പാർട്ടികളിൽ നിന്ന് ഒരാൾ വരുന്നില്ല? ഹൗസിംഗ് ബിൽ സബ്മിറ്റ് ചെയ്തപ്പോൾ, പാർലമെന്റ് ചർച്ച ചെയ്തപ്പോൾ വളരെ നിർണായകമായ ഒരു പ്രസംഗം നടത്തിയത് അസദുദ്ദീൻ ഉവൈസിയുടെ പ്രസംഗം വളരെ സുപ്രധാനമായിരുന്നു. അദ്ദേഹം വളരെ കാര്യഗൗരവമായൊരു പ്രഭാഷണം നടത്തുകയുണ്ടായി. ഒരുപാട് പേര് അതിനെ പ്രശംസിച്ചു. പക്ഷേ അതിനെക്കുറിച്ച് മീഡിയകളിൽ ചർച്ച വരുമ്പോൾ അസദുദ്ദീൻ ഉവൈസിയെ ഒരാളും വിളിക്കാറില്ല. അസദുദ്ദീൻ ഉവൈസിയെ ബ്രാൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഒരു മുസ്ലിം വിഷയങ്ങളിൽ അല്ലെങ്കിൽ മുസ്ലിം വിഷയങ്ങൾ കത്തിക്കുവാൻ വേണ്ടി ഉള്ള ഒരാളായിട്ടാണ് അസദുദ്ദീൻ ഉവൈസിയെ ചർച്ചകൾക്ക് വിളിക്കാറുള്ളത്. അതുപോലെ തന്നെ നമ്മൾ എന്തൊരു വിഷയം എടുക്കുകയാണെങ്കിലും, അല്ലെങ്കിൽ ഒരു ദളിത് ആക്ടിവിസ്റ്റുകളെ അല്ലെങ്കിൽ ഒരു ഇടത് ആക്ടിവിസ്റ്റുകളെ, ഈ ഒരു RSSനെതിരായി പ്രവർത്തിക്കുന്ന സംഘടനകളെ ഇവർ വിളിക്കാറുള്ളത് നാഷണലിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വല്ല ചർച്ചകളും വരുമ്പോഴാണ്. അല്ലാത്ത ഇന്ത്യയുടെ പൊതു വിഷയങ്ങളിൽ സംസാരിക്കുന്നത് ബ്രാഹ്മണിക്ക് താല്പര്യമുള്ള RSS പിന്തുണയുള്ള ഇത്തരം ആളുകൾ മാത്രമാണ്. ഇതെല്ലാം നാം വിചാരിക്കുന്ന ഇതെല്ലാം ആകസ്മികമായി സംഭവിച്ചു എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല. ഇതിനെല്ലാം വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് ഇത്തരം കാര്യങ്ങൾ ആര് സംസാരിക്കണം, ഇന്ത്യയുടെ പൊതുമുഖം, പബ്ലിക് കോൺഷ്യസ്നസ്, ഒരു പൊതു താല്പര്യം അല്ലെങ്കിൽ പൊതുബോധം ആരാണ് സൃഷ്ടിക്കേണ്ടത് എന്നെല്ലാം, അവിടെ ആരാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ടത് എന്നെല്ലാം ഇവർ കൃത്യമായി പ്ലാൻ ചെയ്ത് ഇവിടെയെല്ലാം ഈ ഹൈന്ദവ മുഖങ്ങൾ, സവർണ ഹൈന്ദവ മുഖങ്ങൾ കുത്തിക്കയറ്റി, അഥവാ ഒരു ഹിന്ദു രാജ്യം എന്ന നിലയ്ക്ക് അതിൻ്റെ ഭൗതികമായും ഡെവലപ്മെന്റലായിട്ടുള്ള എല്ലാ മേഖലകളിലും
ഒരു സവർണ ഹൈന്ദവ ആധിപത്യം സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളത് ഇവരുടെ ഒരു ലക്ഷ്യമാണ്. അതുകൊണ്ടാണ് നമുക്കറിയാം നമ്മുടെ രാഷ്ട്രത്തിന്റെ വളർച്ചയിൽ വളരെ സുപ്രധാനമായ പങ്ക് വഹിച്ച APJ അബ്ദുൽ കലാമിനെ കുറിച്ച് ദേശീയ മുസ്ലിം എന്നാണ് സുരേന്ദ്രൻ ഈയിടെയായിട്ട് സംസാരിച്ചത്. ദേശീയ മുസ്ലിം എന്ന്. അപ്പോഴും ഒരു ഇന്ത്യക്കാരനല്ല. ഓക്കെ, അപ്പോൾ ഇക്കാര്യം നമ്മൾ മനസ്സിലാക്കുക. അവരപ്പോഴൊക്കെ ഇതിനൊക്കെ അവർ മാത്രമാണ് ഒരു ഇന്ത്യക്കാർ, ബാക്കിയുള്ളവരെല്ലാം അവർക്ക് തെളിയിക്കണം. സ്ഥിരമായിട്ട് അവരുടെ കൂറ് ദേശീയ മുസ്ലിം ആയിക്കൊണ്ട്, ദേശീയ ക്രിസ്ത്യാനി ആയിക്കൊണ്ട്, അല്ലെങ്കിൽ ദേശീയ ദളിത് ആയിക്കൊണ്ട് അവർക്ക് കൂറ് പ്രവർത്തിച്ചുകൊണ്ട് തെളിയിക്കണം. ഇവരൊന്നും ബാക്കിയുള്ളവരെ, ദളിതരായാലും ഇന്ത്യയിലെ ദളിതരായാലും മുസ്ലിങ്ങളായാലും ക്രിസ്ത്യാനികളായാലും ഇന്ത്യയുടെ ഭാഗമായി മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് വളരെ പ്രധാനമായി ഈ നാഷണലിസത്തിന്റെ ഒരു ഹിപ്പോക്രസി, കപടത എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഹിന്ദുത്വ നാഷണലിസം അല്ലെങ്കിൽ ഹൈന്ദവ രാഷ്ട്രം നിർമ്മിക്കുന്നതിന് വേണ്ടി RSS നടപ്പിലാക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഈ ഒരു അവസരത്തിൽ നാം BR അംബേദ്കർ എന്ന മഹത് വ്യക്തിത്വത്തെ നമ്മൾ അനുസ്മരിക്കേണ്ടതായിട്ടുണ്ട്. RSSന്റെ ഒരു സവർണ പൊതുബോധം, സവർണ ഹിന്ദുത്വ പൊതുബോധം സൃഷ്ടിച്ചെടുക്കുക എന്നുള്ള അവരുടെ ഒരു ലക്ഷ്യം, അഥവാ ഇന്ത്യയുടെ ഒരു പ്രമുഖമായ പ്രധാന സ്ഥാനമാനങ്ങളിലെല്ലാം സവർണരായ ഹിന്ദുക്കളെ സ്ഥാപിക്കുക. അവരാണ് ഇന്ത്യയുടെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്, ഇന്ത്യയുടെ കാര്യങ്ങൾ അഭിപ്രായം പറയേണ്ടത്, ഇന്ത്യയുടെ പ്രധാന പൊസിഷനുകളിലെല്ലാം വരേണ്ടത് സവർണരായ ഹിന്ദുക്കളാണ് എന്നുള്ള ഒരു RSSന്റെ അജണ്ട. അതോടൊപ്പം തന്നെ ഭാവിയിൽ ഒരു ഹിന്ദു രാഷ്ട്രം സൃഷ്ടിച്ചെടുക്കുമ്പോൾ അതിന് ഏറ്റവും എളുപ്പമാകുന്ന അല്ലെങ്കിൽ അതിന് ഏറ്റവും ഫലപ്രദമാവുന്ന രീതിയിൽ ഇങ്ങനെ ഒരു ഹിന്ദു പൊതുബോധം സൃഷ്ടിച്ചെടുക്കുക എന്നുള്ള RSSന്റെ ഈ ഒരു അജണ്ട, ഇത് വളരെ വിഷനോടുകൂടി, വളരെ ദീർഘദൃഷ്ടിയോടുകൂടി കാണുകയും മനസ്സിലാക്കുകയും ചെയ്ത ഒരാളാണ് ഡോക്ടർ BR അംബേദ്കർ. അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂഷനിൽ സംവരണം എന്ന ഒരു മഹത്തായ വളരെ ശക്തമായ ഒരു ആയുധം കോൺസ്റ്റിറ്റ്യൂഷനിൽ തുന്നിച്ചേർക്കുക വഴി RSSന്റെ ഈ ഒരു അജണ്ടയ്ക്ക് വളരെ ശക്തമായ ഒരു പ്രതിരോധമാണ് സൃഷ്ടിച്ചത്. നാഷണലിസം എന്ന കൺസെപ്റ്റിനെ കുറിച്ച് അംബേദ്കർ സാഹിബിനോട് ചോദിച്ചപ്പോൾ BR അംബേദ്കർ സാഹിബ് പറഞ്ഞത്, ഇന്ത്യ ഒരിക്കലും ഒരു നാഷൻ അല്ല, ഇന്ത്യ ഈസ് എ മേക്കിംഗ് നാഷൻ. ഇന്ത്യ ഒരു വളർന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരു നാഷനായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണെന്ന്. ഒരു നാഷൻ എന്ന് പറയുമ്പോൾ ആ രാജ്യത്തിലുള്ള എല്ലാ പൗരന്മാർക്കും വളരെ തുല്യമായ നീതി വിഭജിക്കപ്പെട്ടുകൊണ്ടിരിക്കണം. എല്ലാവർക്കും ഒരു ഈക്വൽ ജസ്റ്റിസ് എല്ലാവർക്കും ലഭ്യമായിക്കൊണ്ടിരിക്കണം. പക്ഷെ ഇന്ത്യയിൽ സവർണരും അവർണരും അല്ലെങ്കിൽ ദളിതരും തമ്മിലുള്ള വ്യത്യാസം ആന്തരം വളരെ വലുതാണ്. അപ്പോൾ അത് ഏതൊരു ദിനത്തിലാണോ ഏതൊരു അവസരത്തിലാണോ ഈ ഒരു ഗ്യാപ്പ് അവസാനിക്കുന്നത്, ദളിതരും സവർണരും ഒരുപോലെ ഇന്ത്യൻ നിയമങ്ങളെയും ഇന്ത്യയിലെ മറ്റു സുഖങ്ങളെയും അവസരങ്ങളെയും അവർക്കെല്ലാം ഒരുപോലെ ഉപയോഗപ്പെടുത്തുവാനുള്ള അവസരങ്ങൾ എന്നാണോ വരുന്നത്, അന്ന് മാത്രമാണ് ഇന്ത്യ ഒരു നാഷൻ എന്ന നിലയ്ക്ക് സമ്പൂർണ്ണമാകുന്നത്. അതാണ് BR അംബേദ്കർ സാഹിബ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം സംവരണം എന്നുള്ള ഒരു വളരെ ശക്തമായ ഒരു ആയുധം കൊണ്ട് RSSന്റെ ഈ ഒരു ലക്ഷ്യത്തിന് മുന്നിൽ തടസ്സം നിന്നത്. അപ്പോൾ BR അംബേദ്കർ സാഹിബ് വളരെ കൃത്യമായി കോൺസ്റ്റിറ്റ്യൂഷനിലൂടെ ഇന്ത്യൻ ലീഗൽ വ്യവസ്ഥയിൽ സംവരണം എന്ന ഒരു ആയുധം തുന്നിച്ചേർത്തുകൊണ്ട് നമുക്ക് കാണിച്ചു തന്ന ഒരു വഴിയുണ്ട് RSSനെ എങ്ങനെ പ്രതിരോധിക്കണമെന്ന്. നമുക്ക് ഇത്തരത്തിൽ ചെയ്യാൻ സാധിക്കുന്നത് RSSനെതിരെ അല്ലെങ്കിൽ സംഘപരിവാറിനെതിരെ വളരെ ശക്തമായ അവബോധം, അവയർനെസ് ജനങ്ങളെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ്. RSS എന്ന സംഘടന, എന്ന ഭീകര സംഘടനയെക്കുറിച്ച് നമുക്ക് വളരെ പരിമിതമായ അറിവുകളാണുള്ളത്. ജനങ്ങൾ അതിനെക്കുറിച്ച് ഉത്ഭുതരല്ല എന്നുള്ളതാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ അനുയായികളുള്ള അല്ലെങ്കിൽ ലോകത്ത് ഏറ്റവും ശക്തമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഭീകരവാദ സംഘടനയെക്കുറിച്ച് ജനങ്ങൾക്ക് വളരെ കുറച്ചാണ് അറിയുന്നത്. നമ്മുടെ പ്രാന്തപ്രദേശങ്ങളിൽ പോലും
ഏറ്റവും കൂടുതൽ ശക്തമായി പ്രവർത്തിക്കുകയും ശാഖകളുമുള്ള ഈ ഒരു പ്രസ്ഥാനത്തെക്കുറിച്ച്, അല്ലെങ്കിൽ അവർ എന്തെല്ലാം ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് നമുക്ക് ആർക്കും അറിയുന്നില്ല. അതിൽ ആരെല്ലാം മെമ്പേഴ്സ് ആണെന്ന് പോലും വളരെ കുറച്ച് ആളുകൾക്ക് അറിയുകയുള്ളൂ. RSS എപ്പോഴും വളരെ ചെറിയൊരു മുഖം മാത്രമേ പുറത്ത് കാണിക്കുകയുള്ളൂ. ചിലപ്പോൾ RSSന്റെ പ്രചാരകകൾ, നമ്മുടെ നാട്ടിലുള്ള RSSന്റെ പ്രചാരകകൾ ആരാണെന്ന് നമുക്കറിയില്ല. RSSന് ആരെല്ലാമാണ് സംഭാവനകൾ കൊടുക്കുന്നുള്ളത് നമുക്കറിയില്ല. RSSന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഇന്ത്യയിലോട്ട് ഫണ്ട് വന്നുകൊണ്ടിരിക്കുന്ന സംഘടന RSS ആണ്. പക്ഷെ അത് ആരെല്ലാമാണ് നൽകുന്നത്, എവിടെ നിന്നാണ് വരുന്നത്, എത്രയുണ്ടെന്ന് ആർക്കും അറിയുകയില്ല. അപ്പോൾ BJP എന്നുള്ളത് RSSന്റെ ഒരു മുഖം മാത്രമാണ്. ആ BJP പോയി കഴിഞ്ഞാലും, 5 വർഷം കഴിഞ്ഞ് BJP പോയി കഴിഞ്ഞാലും RSS ഇവിടെ തന്നെ ഉണ്ടാകും. കാരണം RSSന്റെ ഒരു ദളം മാത്രമാണ് BJP എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിന്റെ വൈവിധ്യങ്ങളായ മേഖലകളിൽ വളരെ സുസ്ഥിരമായിക്കൊണ്ട് വളരെ കൃത്യമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് RSS സംഘ് പരിവാർ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ ഭരണകൂട ഭീകരതയ്ക്ക് എതിരെ മാത്രമായി ഒതുങ്ങരുത്. കാരണം ഓരോ തവണയും ഭരണകൂടം കോൺഗ്രസ് ഭരിക്കുമ്പോഴും സമാജ്വാദി പാർട്ടി ഭരിക്കുമ്പോഴും ആര് ഭരിക്കുമ്പോഴും RSSന്റെ ഈ ഒരു ഭീകരത അവിടെ തന്നെ നിലനിൽക്കാൻ കാരണം ഇന്ത്യ എന്ന രാജ്യത്തിന്റെ വൈവിധ്യങ്ങളായ തുറകളിൽ പ്രീ പ്രൈമറി മുതൽ വിദ്യാർത്ഥി തലം മുതൽ എല്ലാ തലങ്ങളിലും അവർക്ക് ശക്തമായ സാന്നിധ്യമുണ്ട്. ഭരണം എന്നുള്ളത് അതിനുള്ള ഒരു ടൂൾ മാത്രമാണ്. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സംഘ് പരിവാർ കുടുംബത്തെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞതുപോലെ BJP എന്നുള്ളത് RSSന്റെ ഒരു രാഷ്ട്രീയ മുഖം മാത്രമാണ്. ഈ രാഷ്ട്രീയ മുഖത്തിന് അപ്പുറം ഒരുപാട് ദളങ്ങളുള്ള സംഘ് പരിവാർ, അത് BJP ഇല്ലെങ്കിലും അതിൻ്റെ വിവിധ മേഖലകളിലൂടെ അത് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. ഭരണകൂട ഭീകരതയ്ക്കപ്പുറം RSS അല്ലെങ്കിൽ സംഘ് പരിവാർ ഭീകരതയെക്കുറിച്ചാണ് നാം യഥാർത്ഥത്തിൽ അവബോധം സൃഷ്ടിക്കേണ്ടത്. അവർ വിവിധങ്ങളായ മേഖലകളിലൂടെ, വിദ്യാഭ്യാസ മേഖലയായാലും ആരോഗ്യ മേഖലകളായാലും മറ്റു തൊഴിൽ മേഖലകളിലൂടെയും കടന്നു കയറിക്കൊണ്ട് നമ്മുടെ ഇന്ത്യയുടെ വിവിധ ജ്ഞാനത്തുറകളിൽ അവർ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന ഫാഷിസവും ഫാസിസ്റ്റ് രീതിയും, അതിനെ ജനങ്ങളിലോട്ട് വളരെ കൃത്യമായി അതിൻ്റെ അവബോധം സൃഷ്ടിക്കുക, ജനങ്ങൾക്കത് മനസ്സിലാക്കി കൊടുക്കുക. കാരണം കോൺഗ്രസ് ഭരണത്തിൽ വന്നാലും സമാജ്വാദി പാർട്ടി ഭരണത്തിലുണ്ടായിട്ടും മുസഫർ നഗറിൽ വളരെ ഭീകരമായ കലാപങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. ഇതുപോലെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ഭരണമില്ലാതിരുന്നിട്ടും അധികാരമില്ലാതിരുന്നിട്ടും കലാപങ്ങൾ കൃത്യമായിട്ട് സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കാരണം സംഘ് പരിവാർ എന്നുള്ളത് ലോകത്തെ ഏറ്റവും വലിയ ഭീകര സംഘടനയാണ്. ഏറ്റവും കൂടുതൽ മെമ്പേഴ്സുള്ള, ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ ഫണ്ട് വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സംഘടനയെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ വളരെ കൃത്യമായ അവബോധം, ഈ ഒരു ക്യാൻസറിനെ കുറിച്ച്, സൈലന്റ് കില്ലറെ കുറിച്ച് ജനങ്ങൾക്കിടയിൽ ശക്തമായ അവബോധം സൃഷ്ടിച്ചെടുക്കുക. അതിനുവേണ്ടി നമുക്ക് കഴിയാവുന്ന അത്ര കൂട്ടായ്മകൾ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ്. ഈ കൂട്ടായ്മകൾ ആര് സംഘടിപ്പിച്ചാലും, മതേതര സംഘടനകൾ, പാർട്ടികൾ ആര് തന്നെ സംഘടിപ്പിച്ചാലും നമുക്ക് കഴിയാവുന്നത്ര ഈ സംഘടനകളുമായി കൂടിച്ചേരുക, അവരുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തീരാൻ ശ്രമിക്കുക. അവിടെ നമ്മൾ ആശയപരമായ വ്യത്യാസങ്ങളോ രാഷ്ട്രീയപരമായിട്ടുള്ള ചെറിയ വ്യത്യാസങ്ങളോ ഉണ്ടായിരിക്കാം. പക്ഷേ ഒരു രാഷ്ട്രമെന്ന നിലയ്ക്ക് ഭീകരമായ അവസ്ഥ ഭാവിയിൽ സൃഷ്ടിച്ചെടുക്കാവുന്ന ഈ ഒരു സംഘടനയെ നേരിടുന്നതിൽ നമ്മൾ ആശയപരമായിട്ടോ മറ്റ് രാഷ്ട്രീയപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ മറന്നുകൊണ്ട് എല്ലാം മതേതരത്വം പ്രസ്ഥാനങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇത്തരം പാർട്ടികൾക്കെതിരെ ഒന്നിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമുക്ക് ചെയ്യാവുന്ന ഒന്ന്. മറ്റൊന്ന്, RSSന്റെ ചതികളെക്കുറിച്ച്, പ്രധാനമായിട്ടും അവർ സൃഷ്ടിച്ചെടുക്കുന്ന നമുക്ക് മുന്നിൽ അവർ വരുന്ന ഒരു മിഥ്യാഭാവത്തെക്കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. RSS നമുക്ക് മുമ്പിൽ ഒരു വിഡ്ഢിവേഷം കെട്ടുകയും അതോടൊപ്പം തന്നെ അതിൽ നിന്ന് വളരെ ഇൻ്റലിജൻ്റായിട്ട് വളരെ കൃത്യമായിട്ട് അതിൽ നിന്ന് ലാഭം കൊയ്യുകയും ചെയ്യുന്നുണ്ട്. അഥവാ ഓരോ തവണയും മോബ് ലിഞ്ചിങ്, ജനങ്ങളെ അടിച്ചു കൊല്ലുക എന്നുള്ള പ്രക്രിയ അവർ നടത്തുന്നു. ഓരോ തവണ കൊല്ലുകയും 10 ആളുകളെ കൊല്ലുമ്പോൾ അതിൽ ഒരു തവണ പ്രധാനമന്ത്രി അതിനെതിരെ ശബ്ദിക്കുകയും ഗവൺമെന്റിന്റെയും അദ്ദേഹത്തിന്റെയും മുഖം രക്ഷിക്കുകയും ചെയ്യുന്നു. പക്ഷേ അതിൽ നിന്നും യഥാർത്ഥത്തിൽ ലാഭം കൊയ്യുന്നത് ആരാണ്?
നമ്മളെല്ലാവരും RSS വളരെ നീചമായും അല്ലെങ്കിൽ ഭരണകൂട ഭീകരതയ്ക്കെതിരെ വളരെ ശക്തമായും നമ്മൾ ശബ്ദിച്ചുകൊണ്ടേയിരിക്കുമ്പോഴും RSS അതിൽ നിന്നും വളരെ കൃത്യമായിട്ട് ജനങ്ങളെ വേർതിരിച്ചുകൊണ്ട് അവരുടെ വോട്ട്, എത്ര വോട്ട് ഈ ഒരു ഇൻസിഡന്റിലൂടെ നമ്മുടെ വോട്ട് പെട്ടിയിൽ വരാൻ ഇടയുണ്ട് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അവർക്കറിയാം. നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിച്ചിരുന്ന മോഡി ഒരു നാൾ പ്രധാനമന്ത്രിയാകുമെന്ന്? അദ്ദേഹം ഭരിച്ചിരുന്ന ഗവൺമെന്റ് ഉണ്ടായിരുന്ന സമയത്താണ് 2000 പേർ ഗുജറാത്തിൽ കൊല്ലപ്പെട്ടത്. എന്നിട്ടും അദ്ദേഹം ഒരു നാൾ മുഖ്യമന്ത്രിയായി. ജനങ്ങളെ ഈ ഒരു ഇൻസിഡന്റ് വെച്ചുകൊണ്ട് മാത്രം ജനങ്ങളെ അവർ വേർതിരിക്കുകയും ജനങ്ങളിൽ നിന്ന് ഒരുപാട് വോട്ട് പെട്ടിയിലാക്കുകയും അതോടൊപ്പം തന്നെ ഹിന്ദു രാഷ്ട്രം നമ്മൾ സൃഷ്ടിക്കാൻ പോകുന്നു എന്നുള്ള ഒരു മിഥ്യാബോധം ഉത്തരേന്ത്യയിലെ ഹിന്ദുക്കൾക്ക് നൽകുകയും അവർ വോട്ട് ചെയ്യുകയും ചെയ്തു. കോൺഗ്രസിന്റെ വളരെ ദുർബലമായ ഭരണവും ഒരു കാരണമായേക്കാം. അപ്പോൾ അതോടൊക്കെ ഇതിനെല്ലാം പുറമെ ഇതെല്ലാം അനുകൂല ഘടകങ്ങളാണ് BJPക്കുള്ള. എപ്പോഴെല്ലാം ഒരു കലാപമുണ്ടാക്കുന്നു, വർഗീയമായ ഒരു ഇഷ്യൂ ഉണ്ടാക്കുന്നു, അപ്പോഴെല്ലാം അതിൽ ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്നത് BJPക്കാണ്. അപ്പോൾ ഇത്തരം വർഗീയമായ പ്രശ്നങ്ങൾ നമ്മുടെ നാടുകളിൽ ഉടലെടുക്കുന്ന സമയത്ത് ഇതിനെതിരെ വർഗീയമായി ഒരിക്കലും, അല്ലെങ്കിൽ ഇതിനെതിരെ വളരെ തീവ്രമായി നമ്മൾ പ്രതിരോധിക്കുക അല്ലെങ്കിൽ അതിനെ സമീപിക്കാതിരിക്കുക. അപ്പോൾ നമ്മുടെ മതേതരത്വമായ കാഴ്ചപ്പാട്, മതേതരത്വ പ്രസ്ഥാനങ്ങളുടെ കൂടെ നിന്നുകൊണ്ട്, അതോടൊപ്പം തന്നെ ഹിന്ദു സഹോദരന്മാരുടെ കൂടെ നിന്നുകൊണ്ട് RSSനെ തിരിച്ചറിയുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഉത്തരേന്ത്യൻ മുസ്ലിങ്ങൾക്ക് കഴിയാതെ പോയതും ഇങ്ങനെയാണ്, ഈ ഒരു സംഭവമാണ്. നമ്മുടെ നാട്ടിൽ ഫൈസൽ വധത്തിന്റെ ഇഷ്യൂ ഉണ്ടായി. അതുപോലെ തന്നെ മറ്റ് വർഗീയമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം ഹിന്ദുക്കളും മുസ്ലിങ്ങളും കൈകോർത്ത് നിന്നുകൊണ്ട് RSSന്റെ ഈ ഒരു കുതന്ത്രത്തെ മനസ്സിലാക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ്, നമ്മുടെ ഈ ഒരു നിലപാട് അത് മറ്റ് സ്ഥലങ്ങളിലോട്ടും നമുക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കേണ്ട മുസ്ലിങ്ങൾ അവർ ഇങ്ങനെ ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് വളരെ തീവ്രമായി പ്രതികരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഉത്തരേന്ത്യയിൽ നിന്നുള്ള സംഭവങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നത്. അതോടൊപ്പം തന്നെ ഒരു പക്ഷം മുസ്ലിങ്ങൾ BJPയെ പിന്തുണക്കാൻ തയ്യാറായി വരുന്നു എന്നുള്ളതാണ് നമുക്ക് ഈടെയായിട്ട് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ മുസ്ലിം മഞ്ച്, അതിലൊരുപാട് മുസ്ലിങ്ങളുണ്ട്. ദ്യൂബന്തിൽ 90% മുസ്ലിങ്ങളുള്ള മണ്ഡലത്തിൽ BJP ജയിച്ചു. അപ്പോൾ അതെങ്ങനെയാണ്? അതിലും മുസ്ലിങ്ങൾ BJPക്ക് ഒരുപാട് വോട്ട് ചെയ്തിട്ടുണ്ട്. BJP അവരോട് ചോദിക്കുന്നത്, കോൺഗ്രസ് ഭരിച്ചപ്പോൾ നിങ്ങളെ പള്ളി പൊളിച്ചില്ലേ? സമാജ്വാദി പാർട്ടി ഭരിച്ചപ്പോൾ മുസഫർനഗറിൽ ഇത്ര പേർ കൊല്ലപ്പെട്ടില്ലേ? പിന്നെ ഞങ്ങൾ ഭരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു കപ്പാസിറ്റി അവിടുത്തെ ആളുകളുള്ളൂ. അവർ വളരെ ദീർഘവീക്ഷണത്തോടു കൂടി ആലോചിക്കുന്നൊന്നുമില്ല. എനിക്കറിയാവുന്ന, വളരെ അടുത്തറിയാവുന്ന സമാജ്വാദി പാർട്ടിയുടെ മുൻ MLAയുടെ മകൻ എൻ്റെ വിദ്യാർത്ഥിയാണ്. അതിനൊരു ദിവസം ഈ ഒരു ഇലക്ഷനിൽ സമാജ്വാദി പാർട്ടി പരാജയപ്പെട്ടതിന് ശേഷം ഒരു ദിവസം മറ്റൊരു അധ്യാപകനുമായിട്ട് ചർച്ച ചെയ്യാണ്. ഉപ്പ ഇങ്ങനെ BJPയിലോട്ട് പോകാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്, അദ്ദേഹത്തിന് നല്ലൊരു ഓഫർ കിട്ടിയിട്ടുണ്ട് BJPയിൽ നിന്ന്. അപ്പോൾ അവിടുത്തെ മുസ്ലിങ്ങൾ പ്രത്യാശ അർപ്പിച്ചിട്ടുള്ള ലീഡേഴ്സ്, അതുപോലെ തന്നെ പാർട്ടികൾക്ക്, അവരെല്ലാം അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി സമുദായത്തെ വഞ്ചിക്കാൻ ഏത് സമയം തയ്യാറാണ്. അവിടെയാണ് നമ്മളെല്ലാം മുസ്ലിം ലീഗ് എന്ന ഒരു പ്രസ്ഥാനത്തിന്റെ വില അറിയുന്നത്. നമുക്ക് വേണ്ടി, നമ്മുടെ അസ്തിത്വത്തിന് വേണ്ടി, നമ്മുടെ ഐഡന്റിറ്റിയെ സംരക്ഷിക്കാൻ വേണ്ടി ഏത് സമയവും പ്രതിജ്ഞാബദ്ധരായ ഒരു പ്രസ്ഥാനം, ഇങ്ങനെ ഒരു പ്രസ്ഥാനം നമുക്ക് ഉണ്ടാക്കി തന്ന നമ്മുടെ മുൻകാല നേതാക്കന്മാർ, അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുകയും അതെല്ലാം വളരെ കൃതജ്ഞതയോടുകൂടി നാം ഓർമ്മിക്കേണ്ടതും ചെയ്യേണ്ടത് ഈ ഒരു അവസരത്തിലാണ്. അവസാനമായിട്ട് നോർമലൈസിങ് ദ ടെറർ എന്ന RSSന്റെ ഒരു കൺസെപ്റ്റിനെ കുറിച്ചുകൂടി സംസാരിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അഥവാ നോർമലൈസിങ് ദ ടെറർ, ഒരു ഭീകരതയെ അതൊരു സ്ഥിര സംഭവമാക്കിക്കൊണ്ട് അതൊരു നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടതില്ല എന്ന് ഒരു ഭീകര സംഭവത്തെ അങ്ങനെ മാറ്റിയെടുക്കുക എന്നുള്ളത് കൂടി RSS ഈ പറ്റിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു ഐഡിയയാണ്, സ്ട്രാറ്റജിയാണ്. അഥവാ മോബ് ലിഞ്ചിങ്, ആളുകളെ അടിച്ചു കൊല്ലുക എന്നുള്ളത്. ആദ്യമായിട്ട് അഖ്ലാഖിനെ അടിച്ചു കൊന്നപ്പോൾ രാജ്യം മുഴുവൻ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. പിന്നെ അടുത്തൊരാളെ കുറിച്ച് വീണ്ടും ഒരാളെ അടിച്ചു കൊന്നപ്പോൾ കുറച്ചുകൂടി ആളുകൾ ചർച്ച ചെയ്ത്. പക്ഷെ സ്ഥിരമായിട്ട് അതിനുശേഷം 10ഓളം ആളുകളെ അടിച്ചു കൊന്നപ്പോൾ നമ്മൾ എത്രമാത്രം അതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. മിക്കപ്പോഴും പത്രങ്ങളിൽ അതൊരു പെട്ടിക്കോള വാർത്തയായി വന്നു, അല്ലെങ്കിൽ ചില പത്രങ്ങൾ അതിനെ ചർച്ച ചെയ്യുകയുണ്ടായില്ല. കാരണം അതൊരു സ്ഥിര സംഭവമായി പോയി. ആളുകൾ അതിനെക്കുറിച്ച് ചർച്ചയെ ചെയ്യുന്നില്ല. അഥവാ ബീഫിന്റെ പേരിലുള്ള കൊലപാതകം എന്നുള്ളത്
ഇപ്പോൾ അവസാനമായിട്ട് ജുനൈദ് എന്ന 16-കാരനെ അടിച്ചു കൊന്നപ്പോൾ അതൊരു ചർച്ചയായി മാറിയത് ബീഫ് കഴിക്കാത്ത ഒരാൾ അടിച്ചു കൊന്നു എന്നുള്ളതാണ് കണ്ടാണ്, ബീഫിന്റെ പേരിൽ അടിച്ചു കൊന്നു എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ആളുകൾ അതിനെ ചർച്ച ചെയ്തത് എന്താണ്, ഒരു കുറ്റവും ചെയ്യാത്ത ഒരാൾ അടിച്ചു കൊന്നു എന്നുള്ളത്. അപ്പോൾ ഓക്കെ, ബീഫ് തിന്നുക എന്നുള്ളത് ഒരു കുറ്റമാണ്, അടിച്ചു കൊല്ലാമെന്ന് നമ്മൾ തന്നെ, അല്ലെങ്കിൽ നമ്മെ മതേതരത്വവാദികളായ പൊതുസമൂഹത്തിന് വേണ്ടി വാദിക്കുന്നവർ വരെ അറിയാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു കുറ്റവും ചെയ്യാത്ത ബീഫ് കഴിക്കാത്ത ജുനൈദ് എന്ന യുവാവിനെ അടിച്ചു കൊന്നു എന്നുള്ളത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മുടെ തന്നെ ഒരു കോമൺ സെൻസ്, ഒരു പൊതുബോധം സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓക്കെ, നിങ്ങൾ ബീഫ് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ അടിച്ചു കൊല്ലാം, അതൊരു കൊല്ലപ്പെടാവുന്ന ഒരു കാരണമാണ്, അപ്പോൾ അതിൽ പ്രശ്നമില്ല എന്ന് 10 കൊലപാതകങ്ങളിലൂടെ തുടർച്ചയായി 10 തവണ കൊലപാതകം നടത്തിക്കൊണ്ട് ഈ ഒരു ഭീകരതയെ അവർ നോർമലൈസ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം അവരുടെ സ്ട്രാറ്റജികളെ ഒരു ഹിന്ദു രാഷ്ട്രം അല്ലെങ്കിൽ ഒരു സവർണ ബോധം സൃഷ്ടിച്ചെടുക്കുന്നതിൽ അവർ എത്രമാത്രം വിജയിച്ചു കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം മാത്രം നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് RSS എന്ന ഭീകരതയുടെ ആഴവും വ്യാപ്തിയും മനസ്സിലാക്കി തരുവാൻ വേണ്ടി, അതിൻ്റെ ഭീകരതയെക്കുറിച്ച് അത് എത്രമാത്രം നമ്മുടെ ജനമനസ്സുകളിൽ, നമ്മുടെ പൊതുബോധത്തിൽ വരെ ആഴ്ന്നിറങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി തരുവാൻ വേണ്ടി ഏതാനും ചില വാക്കുകൾ ഞാൻ സംസാരിച്ചു. അപ്പോൾ കുറച്ച് കൂടിപ്പോയോ, കുറച്ച് ദീർഘമായി പോയോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്നാൽ കൂടി SKSF ഓപ്പൺ ഫോറം പ്രവാസി കൂട്ടായ്മ ഈ സംഘടിപ്പിച്ച ദ്വിദിന ക്യാമ്പയിൻ ഇത്രയെങ്കിലും പറയണം എന്നുള്ളത് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഇത്രയും ദീർഘമായ ഒരു പ്രഭാഷണം നടത്തിയത്. ഏതായാലും ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ച അഡ്മിൻ പാനലിന് വളരെ ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കിൽ വളരെ തക്കമായ സമയത്ത് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചു. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അള്ളാഹു വളരെ അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടി അഡ്മിൻ പാനലിലും എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും വാക്കുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. നമുക്ക് വളരെ ശക്തമായ, വളരെ ഐക്യപ്പെട്ട ഒരു സമൂഹമായി, സമുദായമായി നിലനിൽക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് നൽകുമാറാകട്ടെ. RSSനെ പോലുള്ള സംഘ് പരിവാർ പോലുള്ള ഭീകര സംഘടനകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല തകർക്കുമാറാകട്ടെ. ഈ സമൂഹത്തെ, ഈ സമുദായത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ കാവൽ എപ്പോഴും അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള കാവൽ ഉണ്ടായിരിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി